രാമന്തളി കുന്നത്തെരുവിലെ 70-കാരി സുശീലയ്ക്ക് +2 പാസ്സാകണമെന്നാണ് ആഗ്രഹം. അതിനുള്ള അറിവ് നേടണം. ചെറുപ്പത്തിൽ പഠിക്കാൻ കഴിയാത്ത വിഷമമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനായി ഇപ്പോൾ തുല്യതാ പരീക്ഷ എഴുതുകയാണ് സുശീല. ആ കാഴ്ച ഒന്ന് കണ്ടുവരാം. The most important person in my life and I have missed him a lot. 70-ാം വയസ്സിൽ എന്തിനാ +2 പഠിക്കുന്നേ, എന്തു കിട്ടാനാ എന്നല്ലേ മിക്കവരും ചോദിക്കുക. പക്ഷെ പഠിക്കുന്നതിനെക്കുറിച്ചും അറിവ് നേടുന്നതിനെക്കുറിച്ചും സുശീലയ്ക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ പഠിപ്പില്ലാത്തവർക്ക് സമൂഹത്തിൽ ഒരു വിലയുമില്ലെന്നാണ് സുശീലയുടെ അഭിപ്രായം. 1974 SLC പരീക്ഷ എഴുതി. പക്ഷേ സുശീലയ്ക്ക് വിജയിക്കാനായില്ല. അതോടെ പഠനം നിലച്ചു. തോൽവി മാത്രമായിരുന്നില്ല കാരണം, വീട്ടിലെ സാമ്പത്തിക നിലയും തടസ്സമായി. അങ്ങനെയിരിക്കെയാണ് രാമന്തളി വടക്കുംപാട് പള്ളിക്കത്തോട് അംഗൻവാടിയിൽ ഹെൽപ്പറായി ജോലി ലഭിച്ചത്. 25 വർഷത്തെ സേവനത്തിന് ശേഷം 2019 വിരമിച്ചു. ഭർത്താവിന്റെ മരണശേഷം വീട്ടിൽ തനിച്ചായതോടെയാണ് സുശീലയുടെ മനസ്സിൽ വീണ്ടും പഠിക്കണമെന്ന ആഗ്രഹം ഉദിക്കുന്നത്. എല്ലാ സ്ഥലത്തും റിട്ടയർഡ് ആയി. എനിക്ക് ജോലി വയസ്സും പ്രായമായി. അപ്പം അറിവ് കിട്ടണമെന്നില്ല, ഒരു ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു നിലയിൽ പ്രവർത്തിക്കണം എന്നില്ല ഇത് പഠിക്കുന്നതാണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ പറയുന്നത് വെച്ചാൽ നല്ല സമയം കളയാണ്ട് ഇപ്പം പഠിക്കുന്ന സമയത്ത് പഠിക്കുക, നല്ല ജോലി നേടിയിട്ട് അവനവൻ്റെ ജീവിതം ഭംഗിയായിട്ട്. വീട്ടുകാരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും പിന്തുണയോടെ 2024 സാക്ഷരതാ മിഷൻ തുല്യതാ പഠന കേന്ദ്രത്തിൽ ചേർന്നു. 10ാം തരം പരീക്ഷയിൽ മികച്ച മാർക്കോടെ വിജയിച്ചു. അതോടെ പഠിക്കാനുള്ള ആവേശം പിന്നെയും കൂടി. 25-ലെ +1 പരീക്ഷ പൂർത്തിയാക്കി, അതിലും മികച്ച വിജയം. ഇന്നിപ്പോൾ +2 പരീക്ഷയും എഴുതി. സുശീലയ്ക്ക് സംശയമൊന്നുമില്ല, ഉന്നത വിജയം ഉറപ്പ്. ഇരിക്കട്ടെ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ. അവന്റെ തമ്പുരാൻ മൂന്നായി പ്രാണനും കൊണ്ട്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. ഒരാഗ്രഹത്തിനും പ്രായം ഒരു തടസ്സമേ അല്ല. പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് തെളിയിക്കുന്നുണ്ട് 70-കാരിയായി അമ്മ. CK വിജയൻ ചേരുന്നുണ്ട് തത്സമയം. CK, പഠനം എന്നുള്ള ഒരു ആഗ്രഹം അത് മനസ്സിൽ വളരെ ചെറുപ്പം തൊട്ടേ ഉള്ളതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ചെറുപ്പത്തിൽ പഠിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ 70 വയസ്സായി എന്ന് കരുതി പഠനം എന്നുള്ള ആഗ്രഹം മാറ്റിവെക്കേണ്ട കാര്യമില്ലല്ലോ. പഠിക്കാൻ അങ്ങനെ പ്രായം ഒരു തടസ്സമേ അല്ല. ഈ 70-ാം വയസ്സിലും അതേ ഊർജ്ജസ്വലയായി പഠിക്കുന്നുണ്ട് ആ അമ്മ. ഈ ആഗ്രഹം മാത്രം മനസ്സിൽ പോരല്ലോ, അത് നിറവേറ്റാനുള്ള ഒരു മനസ്സാന്ധ്യവും നിശ്ചയദാർഢ്യവും കൂടി വേണം. അത് സുശീലാമ്മയ്ക്ക് എന്തായാലും ഉണ്ട്. ശരിക്കും ഈ നമ്മൾ കാണുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിലും പുറത്ത് കാണാത്ത, പ്രകടമാകാത്ത മറ്റൊരു വ്യക്തി കൂടി ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ സുശീലയുടെ ജീവിതവും അവരുടെ ഈ പഠിക്കാനുള്ള മോഹവും ഒക്കെ. കാരണം അവർക്ക് അവരുടെ അന്നത്തെ ജീവിത സാഹചര്യം കൊണ്ട് പഠിക്കാനായില്ല. പക്ഷെ അവർ ആ പഠിക്കണം എന്നുള്ളൊരു മോഹം അവരുടെ ഉള്ളിൽ, അതിൻ്റെ ആ ഒരു തിരി കെടാതെ അവരുടെ മനസ്സിൽ ഈ 70-ാമത്തെ വയസ്സിലും ഉണ്ടായിരുന്നു എന്നത് കാണുമ്പോഴാണ് അത് എത്രമാത്രം ആഴത്തിൽ അവരുടെ ആഗ്രഹമാണ് എന്ന് നമുക്കത് മനസ്സിലാവുന്നത്. അങ്ങനെ അവർ പഠിക്കാൻ തീരുമാനിക്കുന്നു. അതിൽ മറ്റുള്ളവർ എന്തു പറയുന്നു എന്നവർ ആലോചിച്ചതേ ഇല്ല. പക്ഷെ പൊതുവിൽ അവർക്ക് അവരുമായി സംസാരിച്ചപ്പോൾ നല്ല പ്രോത്സാഹനമാണ് എല്ലാവരുടെ ഭാഗത്തും കിട്ടിയത്. പക്ഷെ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ 70-ാമത്തെ വയസ്സിൽ പഠിച്ചിട്ട് എന്ത് നേടാൻ, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എന്ത് കാര്യം, ജോലിക്കോ അല്ലെങ്കിൽ മറ്റൊന്നിനും അത് ഉപകാരപ്പെടില്ലല്ലോ. പക്ഷെ എന്നിട്ടും അവർ അങ്ങനെയല്ല ചിന്തിച്ചത്. അവർ പഠിക്കണം എന്ന മോഹം അവർ പൂർത്തീകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. SSLC തോറ്റു, ആ പരീക്ഷ അവർ തുല്യതാ പരീക്ഷ എഴുതി SSLC പാസ്സായി. വേണമെങ്കിൽ ഒരു SSLC ഒരു അടിസ്ഥാന വിജയം അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളതിൽ നിർത്താം. പക്ഷേ അത് അവർ തയ്യാറായില്ല. അവർ വീണ്ടും പഠിക്കുന്നു. അവർ +1 പരീക്ഷ പാസ്സാകുന്നു. +1 പരീക്ഷ കഴിഞ്ഞപ്പോൾ +2 എന്നുള്ളൊരു മോഹം, അല്ലെങ്കിൽ അതുകൂടി കംപ്ലീറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ +2 പരീക്ഷ എഴുതുന്നു. സത്യത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം തന്നെ സാമ്പത്തികമായും മറ്റും എല്ലാം മോശമാണ്. അവർ ഒരു അംഗൻവാടി ഹെൽപ്പറായിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. 25 വർഷത്തോളം ആ ജോലി ചെയ്തു. അതിൽ നിന്നുള്ള ചില്ലറ വരുമാനം കൊണ്ട് അവരുടെ ജീവിതത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ എന്നിട്ടും അവർ പഠിക്കണം എന്ന് അന്ന് തോന്നിയ ആ തോന്നൽ, അന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പഠിക്കാനുള്ള സാഹചര്യത്തെ അവർ തിരിച്ച് അങ്ങനെയൊരു അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് അവർ അത് പഠിച്ച് ഇപ്പോൾ അവർ ഈ പരീക്ഷയും എഴുതി. ഒരുപക്ഷെ നമ്മളൊന്നും കാണുന്നത് പോലെ ആയിരിക്കില്ല അവർക്ക് ആ സർട്ടിഫിക്കറ്റൊക്കെ മുന്നിൽ കാണുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം. അത് അവരുടെ ആ വിഷ്വലിൽ തന്നെ കാണാം. അവർ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്തു വെച്ച് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനിയൊരു +2 സർട്ടിഫിക്കറ്റ് കൂടി കിട്ടുമ്പോൾ ഈ സുശീല എന്ന് പറയുന്ന 70 വയസ്സുള്ള ഇവർക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാകും അല്ലേ?
ഏതായാലും അവർക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവർ ഇനിയും അടുത്ത പഠനം കൂടി ഇനിയോ ഇതുകൊണ്ടൊന്നും പഠനം നിർത്താൻ പോകുന്നില്ല. സുശീലാമ്മ ഇനിയും പഠിച്ച് മുൻപോട്ട് പോകും. ഇഷ്ടമുള്ള അത്രയും പഠിക്കട്ടെ. 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ എന്തായാലും നല്ല മാർക്കോട് കൂടി തന്നെ ജയിച്ചു. +2 പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും എന്തായാലും ഗംഭീര വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും.